ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് തുടങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വീട്ടിൽ തന്നെയുള്ള കുഞ്ഞ് എക്സാമ്പിൾസ് പറയാം. കഴുകാനുള്ള തുണി ഒരുപാട് കിടക്കുകയാണ്, അതെല്ലാം കഴുകണം. ഒരുപാടുണ്ട്, എത്ര സമയം വേണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അടുത്ത 2 മണിക്കൂർ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, അത് ചെയ്യത്തില്ല. അല്ലെങ്കിൽ കിച്ചൺ സിങ്കിൽ നിറച്ച് പാത്രങ്ങൾ കിടക്കുക, എല്ലാം കഴുകി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തുടങ്ങാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ എക്സാം ആവാറായി, ഒരുപാട് പഠിക്കാനുണ്ട്, നേരത്തെ പഠിച്ചു തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലോ പഠിക്കാത്തതിൽ ഭയങ്കര കുറ്റബോധവും. ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് എപ്പോഴും മടിയൊന്നും ആകണം എന്നില്ല, ചിലപ്പോൾ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ ആകാം. അതായത് നമ്മുടെ ബ്രെയിനിന് ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ബ്രെയിനിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണിത്. അപ്പൊ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. ഈ മാനേജ്മെന്റ് സിസ്റ്റം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഓവർവെൽമിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, എങ്ങനെയാ ചെയ്യേണ്ടതെന്നും അറിയാം, പക്ഷെ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. ADHD, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ ഉള്ളവരിൽ ഈ ലക്ഷണം കാണാറുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ആളുകളിലും ഈ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷനിങ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. കടന്നു പോകുന്നവർക്ക് ഈ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് പുറത്തു നിന്ന ആളുകൾ അവരെ വെറുതെ ജഡ്ജ് ചെയ്യും, ഭയങ്കര മടിയാണ്, ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലോ എത്ര ശ്രമിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കാതെ, എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഒരു ഗിൽറ്റും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ട് ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പല രീതിയിൽ ഇത് കാണിക്കാം. അതായത് എന്തെങ്കിലും എടുക്കാൻ നമ്മൾ റൂമിലെത്തി, അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തിനാവുന്നതെന്ന് അങ്ങ് മറന്നു പോകും. അത് മാത്രമല്ല, അവിടെ എന്നിട്ട് വേറെന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിന്റെ പുറകിൽ അങ്ങ് പോകും. അപ്പൊ നമ്മൾ വന്ന ഉദ്ദേശം എന്തുവായിരുന്നു എന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറന്നു പോകും. അതുപോലെ ഒരു കുഞ്ഞു പ്രോബ്ലം വരുവാന്ന് വെച്ചോ, ആ പ്രോബ്ലത്തിൽ സ്റ്റക്കായിട്ട് ബാക്കിയുള്ള ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ വരും. അല്ലെങ്കിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ പ്രയോറിറ്റൈസ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5 കാര്യം നമുക്ക് ചെയ്യാനുണ്ടെന്ന് വെക്കുക. സാധാരണ എങ്ങനെയാ, അതിൽ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യം എന്നുള്ള രീതിയിൽ നിശ്ചയിക്കും. പക്ഷെ ഈ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷനിങ് ഉള്ള ആൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതിയിട്ട് അയ്യോ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനായി ഒടുക്കം ഒന്നും ചെയ്യാതിരിക്കും. അപ്പൊ അതിനർത്ഥം നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല. ഇത് ഇത്തരക്കാരുടെ ബ്രെയിനിന് വേണ്ടത് ഒരു ഡിഫറെന്റ് വേ ഓഫ് സപ്പോർട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ബെറ്റർ ആവാനും ഒക്കെ കഴിയും. താങ്ക് യു.